വീണ്ടും നമ്മുടെ മേയർ രാജേഷ് ഞെട്ടിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. അതായത് ഇത്തവണ പിടിയിലായിരിക്കുന്നത് ഉദ്യോഗസ്ഥരാണ്. അതായത് അവിടെ വരുന്ന കോൺട്രാക്ടർമാരെ, സാധാരണക്കാരെയൊക്കെ വട്ടം ചുറ്റിക്കാറുള്ള ചില പരിപാടികൾ അവിടുത്തെ ഈ പറയുന്ന ഉദ്യോഗസ്ഥർ ചെയ്യാറുണ്ട്. ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ കോൺട്രാക്ടർമാരുടെ ബില്ലുകളൊക്കെ വരുമ്പോൾ അതിൽ അക്കൗണ്ട് നമ്പറിൽ ഒരക്കം അങ്ങ് തെറ്റിപ്പോവും. അപ്പോൾ ഈ കോൺട്രാക്ടർമാർക്ക് പൈസ കിട്ടില്ല. ഇത് ഒരു വമ്പൻ തട്ടിപ്പാണ് നടന്നു വരുന്നത്. ഇതിന് പിന്നിൽ അഴിമതിയാണ് എന്ന് മേയർ വിളിച്ച് പറയുകയാണ്. ശരിക്കും ഇതിന് പിന്നിൽ എന്താ അഴിമതി? ഒരക്കം തെറ്റുമ്പോൾ എങ്ങനെയാണ് അഴിമതി നടക്കുന്നത്? പൈസ കിട്ടാതാവും, ശരിയാണ്. അഴിമതി എന്താ ഇതിൻ്റെ പിന്നിൽ? ചേച്ചി ഒരു കൗൺസിലർ കൂടെ ആയിരുന്നല്ലോ, കൗൺസിലറിന് മുമ്പ് ഞാനൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആയിരുന്നു. അപ്പം മുതലേ ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ പറഞ്ഞില്ലേ, എൻ്റെ അടുത്തൊരു ആൾ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ പേര് ഇന്ദിര എസ് രാജ് എന്ന് അങ്ങനെ എന്താണ്. അങ്ങനെയാണ് ഇത് അയച്ചു വരുന്നത്. അതായത് നമ്മുടെ ടാക്സ് അടയ്ക്കുന്നത്. പെട്ടെന്ന് 4-5 കൊല്ലം മുമ്പ് അത് ജെ രാജായി, ഇന്ദിര ജെ രാജായി. അവിടെ ഇരിക്കുന്ന ആൾക്കാർ എസ് എന്ന് കണ്ടപ്പോൾ ജെ ആണെന്ന് തോന്നിയതാകാം. അവർക്ക് ടാക്സ് അടയ്ക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ നടക്കുകയാണ്. അത് മാറ്റിയെടുക്കണമെങ്കിൽ എന്തെങ്കിലും സംതിങ് കൊടുക്കണം, അല്ലെങ്കിൽ എന്താണെന്ന് അറിയില്ല. എന്തായാലും ഈ സ്ത്രീ ഇങ്ങനെ കാണേണ്ടവരെ കാണേണ്ട പോലെ കാണും. പാരഗൺ ചെരുപ്പിൻ്റെ ഒരു പരസ്യമുണ്ടല്ലോ, നടന്നാലും തെയ്യൂല എന്നും പറഞ്ഞു. അത് നമ്മളുടെ ഈ ഗവൺമെൻറ് സംവിധാനങ്ങളെ കുറിച്ച് അവർ പറഞ്ഞതാണ്. വേറൊരു കാര്യം പറയാം. വേറൊരു സുഹൃത്ത് എന്നോട് പറഞ്ഞതാണ്. അദ്ദേഹം ഒരു ഗവൺമെൻറ്റിൻ്റെ വർക്ക് ചെയ്തു. എന്നിട്ട് ഇപ്പം പ്രിയം പറഞ്ഞതിലേക്ക് നമുക്ക് വരാം. അതിന് മുമ്പ് കുറച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൂടെ പറയണമല്ലോ. എറണാകുളത്താണ് ചെയ്തത്. പൈസ കിട്ടുന്നത് തിരുവനന്തപുരത്ത്. അവിടെ പോയി പൈസയുടെ ഒക്കെ റെഡിയാണ്. പെട്ടെന്ന് റെഡിയായല്ലോ. ഒന്ന് ചെക്ക് എടുത്തിങ്ങനെ വീശിക്കൊണ്ടിരിക്കുക. ആ കൺസേൺഡ് സ്റ്റാഫ് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുക. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവും, അദ്ദേഹം കൈ തരൂ, എവിടെയാണ് ഒപ്പിടേണ്ടത്, വൗച്ചർ എവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുക. ഇങ്ങേർക്ക് കൊടുക്കാനുള്ള പൈസ കൊടുത്താലേ ആ ചെക്ക് കയ്യിൽ കിട്ടുള്ളൂ. അങ്ങനെ ഞാൻ പൈസ തരില്ല, നിങ്ങൾ എത്ര പ്രാവശ്യം നടക്കും നോക്കട്ടെ. 1-2 പ്രാവശ്യം അദ്ദേഹം ഇവിടുന്ന് പോയി. പിന്നെ അദ്ദേഹം എഴുതി ഒക്കെ ചെയ്ത് വന്നപ്പോഴേക്കും ഒരു 8-9 മാസം പോയി. എത്ര രൂപ ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ഓവർ ഡ്രാഫ്റ്റിലായിരിക്കും. അതിന് 10-14% പലിശ ഉണ്ടാവും, അല്ലെങ്കിൽ പലർക്കും കൊടുക്കാനുണ്ടാവും. ആ കോൺട്രാക്റ്റിൻ്റെ പൈസ കിട്ടുമ്പോൾ കൊടുക്കാമെന്ന്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് പറ്റി, പൈസ കിട്ടിയില്ല. അതല്ലേ ഞാൻ അന്നേ പറഞ്ഞിരുന്നത്. അന്ന് ഇതിൻ്റെ ഒരു പെർസെൻറ്റേജ് തന്നിരുന്നെങ്കിൽ 9 മാസത്തെ ഡിലേ വരുമോ? നിങ്ങൾ വലിയ ഹരിചന്ദ്രനായി കാണിച്ചു. പക്ഷെ നിങ്ങൾ എന്തുമാത്രം തൊന്തരവിൽ കൂടെ പോയി, എന്തുമാത്രം ബുദ്ധിമുട്ടുകൾ മാനസികമായും ഫിനാൻഷ്യലായും നിങ്ങളുടെ പ്രോബ്ലം ഉണ്ടായി. അതൊന്നും വേണ്ടല്ലോ. പല പ്രാവശ്യം ഈ കാണുന്നവർക്ക് വേണ്ടി പറയാണ്, നമ്മളുടെ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ പറഞ്ഞൊരു വലിയ പൊതുസമ്മേളനത്തിൽ പറഞ്ഞതാണ്, 1 രൂപ ജനങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്നതിൽ 15 പൈസ അൾട്ടിമേറ്റ് ആയിട്ട് എത്തുന്നുള്ളൂ. ബാക്കി 85 പൈസ പല സ്ഥലത്ത് വെച്ച് വേർവിട്ട് പോവുകയാണ് ചെയ്യുന്നത് ഈ 1 രൂപയിൽ നിന്നും. എന്നിട്ടും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അദ്ദേഹത്തിന് പോലും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എത്രയോ വലിയ 400-ൽ പരം മെമ്പർമാരുമായിട്ട് അദ്ദേഹം ഭരിക്കുകയാണ് ഇന്ദിരാജിയുടെ ഭരണത്തെ തുടർന്നുണ്ടായ ഇലക്ഷനിൽ. എന്നിട്ടും അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ ആർജവും ഉണ്ടായില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ നമ്മുടെ മേയർ ബ്രോ പറയുന്നു, പുറത്ത് വന്ന് പറയുന്നു ഇങ്ങനെ നടക്കുന്നുണ്ട്. അതിപ്പോൾ പരസ്യമായി കഴിഞ്ഞു. ഇനി ഒന്ന് പേടിക്കും അല്ലേ? കൺസേൺ സ്റ്റാഫ് ഇതുപോലെ അക്കം മാറ്റി കൊടുക്കാനായിട്ടൊന്ന് പേടിക്കും. കാരണം മേയറിൻ്റെ ദൃഷ്ടിയിൽ അത് വന്നു കഴിഞ്ഞു. ഇനി അതിന് പുറകെ ആക്ഷൻ ഉണ്ടാവും. ഏത് ടേബിളിൽ നിന്നാണ് ഇങ്ങനെ ദിവസക്കണക്കിന് മാറി എഴുതാനും വായിക്കാനും അറിയാതെ ക്ലർക്കുമാർ ആരാണ് ഇരിക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ശിവൻകുട്ടി അപ്പൂപ്പൻ പഠിപ്പിച്ച് പാസ്സാക്കി വിട്ട ആരെങ്കിലും ആയിരിക്കും. ഇപ്പോഴും 9,000-ൻ്റെയും 900-ൻ്റെയും വ്യത്യാസം അറിയാത്ത വിദ്യാഭ്യാസ മന്ത്രി ഭരിച്ച കേരള നാടാണിത്. അപ്പോൾ അതുപോലെ എല്ലാവർക്കും വെറുതെ ഓൾ പ്രൊമോഷനിൽ പാസ്സായി വന്ന ആരെങ്കിലും ആയിരിക്കാം. അല്ലെങ്കിൽ നമ്മളെപ്പോഴും പറയുന്നത് പോലെ ഈ പാർട്ടിയുടെ അനുഭാവികൾ ആരെങ്കിലും ആയിരിക്കാം. അവർ കൃത്യമായിട്ട് പരീക്ഷ എഴുതി വന്നതൊന്നും ആയിരിക്കില്ല. അതൊക്കെ ഞാൻ തമാശയായിട്ട് പറഞ്ഞതാണ്. പക്ഷേ സത്യസന്ധമായിട്ട് കാശ് നല്ലോണം ഈ കോൺട്രാക്ടർമാരിൽ നിന്ന് മേടിക്കുന്നുണ്ട്. ഇവർക്കൊക്കെ കാശ് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് പല പ്രപ്പോർഷൻസും മാറുന്നുണ്ട്. ചരലിൻ്റെയും സിമെൻറ്റിൻ്റെയും എല്ലാം പ്രപ്പോർഷൻസും. ബേബി മെറ്റൽ ഇപ്പോൾ ഒരു ചാക്കുണ്ടെങ്കിൽ അത് അരച്ചാക്കായി മാറും. 1 ചാക്ക് സിമെൻ്റ് ഉണ്ടെങ്കിൽ അത് 1/4 ചാക്കായി മാറും. അങ്ങനെയും നടക്കുന്നത്. ഇവരുടെ കിട്ടുന്ന ലാഭത്തിൽ നിന്ന് അവർക്ക് കളയാൻ പറ്റില്ല. അവരും ഒരു കുടുംബമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അവർക്കും സ്റ്റാഫിന് കാശ് കൊടുക്കണം, അവർക്കും ഒരു ഓഫീസുണ്ട്. അപ്പോൾ ഇതൊക്കെ കണക്കാക്കിയിട്ടാണ് ഒരു കൊട്ടേഷൻ വയ്ക്കുന്നത്. പ്രിയൻ അറിയാമോ, 1 കോടി രൂപ ഹഡ്കോയിന്ന് എറണാകുളത്ത് ഞാൻ പ്രതിനിധീകരിച്ചിരുന്ന ഡിവിഷനിൽ ഒരു അംഗൻവാടി പോലും ഇല്ല. 45 എത്രയോ വർഷങ്ങളായിട്ട് കോൺഗ്രസ്സുമാർ മാത്രം ഭരിച്ചിട്ടുള്ളൊരു ഡിവിഷനാണ്. ഒരു ഡെപ്യൂട്ടി മേയർ വരെ ഉണ്ട്. സെൻട്രലിൽ നിന്ന് പോയപ്പോൾ അത് 3 കൊല്ലം കൊണ്ടാണ് നടപടി. ആ ബിൽഡിംഗ് ഒന്ന് കയറി കാണണം. മുഴുവൻ പില്ലറുകളിടയിൽ
ഇത് ആര് ഡിസൈൻ ചെയ്തു? ഹഡ്കോന്ന് ഓഫീസേഴ്സ് വന്ന് പറയും ഇവിടുത്തെ എഞ്ചിനീയർമാർക്ക് വരയ്ക്കാൻ അറിയാഞ്ഞിട്ടാണോ? ഞാൻ പറഞ്ഞു മാഡം എനിക്കത് നോക്കാൻ പറ്റില്ല, എനിക്ക് പൈസ കൊണ്ടുവരാൻ പറ്റും, ഇവർ കൃത്യമായി പണിയുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റും, ആ ഡ്രോയിങ് നോക്കിയിട്ട് എനിക്ക് ഇതാക്കാൻ അതൊക്കെ കൗൺസിലർ ചെയ്യണോ? പിന്നെ എന്തിനാണ് ഈ ഓഫീസർമാരിരിക്കുന്നത്? പ്രിയൻ, ഇങ്ങനെ ഓരോ ചെറിയ കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ആരാണ്ടും പത്തായം പെറ്റു, എന്താണ് മറ്റേവർ കുത്തി റെഡിയാക്കി അമ്മ പറ്റു ഞാൻ തിന്നു എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത്. ആർക്കും ഒരു ചുമതലയില്ല, ആർക്കും ഇതിൻ്റെ ഓണസ് അവരെടുക്കുന്നില്ല. എനിക്കാണ് എൻ്റെ ഉത്തരവാദിത്തം എന്ന് അവരെടുക്കുന്നില്ല. ഇപ്പോഴും ഞാൻ പറഞ്ഞ ഹഡ്കോൻ്റെ ബിൽഡിങ്ങിൽ ഇലക്ട്രിസിറ്റിക്കുള്ള ടെൻഡർ വയ്ക്കാഞ്ഞിട്ടാണ് വെച്ചേക്കുന്നത്. ഞങ്ങളുടെ കൗൺസിൽ മാറിയിട്ട് തന്നെ എത്ര മാസമായി, ഇപ്പോഴും അങ്ങോട്ടേക്കൊന്നും മാറ്റാൻ പറ്റിയിട്ടില്ല, ഇലക്ട്രിസിറ്റി ഇല്ല. ഹഡ്കോ അത് ക്ലോസ് ചെയ്തു. കാരണം അവരെ സംബന്ധിച്ചോളം 3 വർഷത്തിനുള്ളിൽ അവർ ഹോൾഡ് ചെയ്തു. 1 വർഷമേ ഒരെണ്ണത്തിന് ഇതുള്ളൂ. ഞാൻ പോയി കരഞ്ഞ് പറഞ്ഞ് അവർ 3 ബിൽഡിംഗ് ഉണ്ട്, പക്ഷേ ഇലക്ട്രിസിറ്റിക്കുള്ള ടെൻഡർ വെച്ചിട്ടില്ല. അങ്ങനെയാണ് ഒരു ഇത് വരുന്നത്. ഇങ്ങനെ അതൊരു വശം. ഇങ്ങനെയൊക്കെ ഐ ഡോണ്ട് കെയർ എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ പബ്ലിക് മണീന്നേ പറയാൻ പറ്റുള്ളൂ. ഫ്ലോണ്ടർ ചെയ്യുന്നത് നമ്മുടെ പൈസയാണത്. ഇപ്പം കൊച്ചിൻ കോർപ്പറേഷൻ്റെ ആണെങ്കിലും ഹഡ്കോൻ്റെ ആണെങ്കിലും എപ്പോഴും സെൻട്രലിൽ പോകുമ്പോൾ അവർ പറയുന്നത് നിങ്ങളുടെ ടാക്സ് മണി നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി തിരിച്ചു. എന്തൊരു നല്ല ചിന്തയല്ലേ. ഇന്നലെ നമ്മുടെ മോഡിജി റെക്കോർഡ് ബ്രേക്ക് ചെയ്തു. ഇത്രയും നാളും ജവഹർലാൽ നെഹ്റുവിൻ്റെ ആയിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് പ്രധാനമന്ത്രി ആയിരുന്ന അതിൻ്റെ റെക്കോർഡ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരായിരുന്നു. ഇന്നലത്തോടുകൂടി മോദിജി അതിനെ ഓവർകം ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ സദ്ഭരണമാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടുന്ന് കുറേ എന്താണ് കൗൺസിലർമാരെയും ഒക്കെ മെമ്പർമാരെയൊക്കെ ഡൽഹിയിൽ കൊണ്ടുപോയിട്ട് അദ്ദേഹം തന്നെയാണ് എന്നോട് ഇവിടുത്തെ രാധിക ചേച്ചി ഡെപ്യൂട്ടി വൈസ് ചെയർമാനാണ് തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയുടെ. ചേച്ചി എന്നോടൊപ്പം മഹിളാ മോർച്ചയിൽ പ്രവർത്തിച്ചിരുന്നതാണ്. ചേച്ചി പറയുന്നു എന്തൊരു അനുഭവമായിരുന്നു, ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന പോലെ പ്രൊഫസർമാർ നടക്കുന്ന പോലെ അവരുടെ ഇടയിൽ കൂടെ നടന്നാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത്. എന്താണ് നിങ്ങളിൽ നിന്ന് ജനം പ്രതീക്ഷിക്കുന്നത്, അത് നിങ്ങൾ തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഞാൻ 2-3 ഇലക്ഷനൊക്കെ നിന്നിട്ടുണ്ട്, തോക്കുകയും ജയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ചെല്ലുന്നത്. ചേച്ചി ചേട്ടാ മോനെ വോട്ട് ചെയ്യണേ, ജയിച്ചു കഴിഞ്ഞു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുക. പെട്ടെന്ന് നമ്മൾ അണ്ടർ സെക്രട്ടറിയോ ചീഫ് സെക്രട്ടറിയോ അല്ലെങ്കിൽ DGPയോ എന്തെങ്കിലും, അല്ലെങ്കിൽ പെട്ടെന്ന് ദേവനും ദേവതയോ, പിന്നെ അവർ വന്ന് ഇങ്ങനെ നിൽക്കണം. നമ്മളിങ്ങനെ നിന്ന് ചോദിച്ച് വോട്ട് മേടിച്ച് ജയിച്ചു. പിന്നെ നമ്മളെ കാണാൻ വന്നിട്ട് മാഡം സാറേ നമ്മൾ എന്തിനാ മാഡം എന്ന് വിളിക്കുന്നേ, നിങ്ങൾ എന്നെക്കാളും മുതിർന്നവരാണ് നിങ്ങൾക്ക് തോന്നുന്നത്. എന്നോട് വയസ്സ് ചോദിക്കരുത്, ഒരു സ്ത്രീയോട് വയസ്സ് ചോദിക്കരുത്, പുരുഷനോട് ശമ്പളവും ചോദിക്കരുത് എന്നാണ് പറഞ്ഞേക്കണേ. നിങ്ങൾക്ക് തോന്നുന്നു എന്നെ കണ്ടിട്ട് നിങ്ങൾ എന്നെക്കാളും മൂത്താണെങ്കിൽ പത്മജ എന്ന് വിളിക്കൂ, ഇളയതാന്ന് തോന്നുന്നെങ്കിൽ പത്മ ചേച്ചി എന്ന് വിളിക്കൂ, അത്രയേ ഉള്ളൂ. അത് തന്നെയാണ് നമ്മുടെ മേയർ പറയുന്നത്. ഇവിടെ ഒരു കാര്യവും നടക്കില്ല, ഇത് മുഴുവനും വരേണ്ടത് ജനങ്ങൾ. ഇപ്പോൾ ഈ ചെക്ക് തന്നെ മാറ്റിയതിനെങ്കിൽ സമയം പോകുമോ? ഈ ഓഫീസർ ചെയ്യേണ്ട ജോലി രണ്ടാമത് ചെയ്യണമെങ്കിൽ അതിന് സമയമുണ്ടോ? അദ്ദേഹം ഓഫീസിലിരിക്കുന്ന സമയത്തല്ലേ ഈ കുനിഷ്ട് അല്ലേ ചെയ്യുന്നത്. എനിക്ക് ഇത്തിരി എന്തെങ്കിലും പോരട്ടെ എന്ന്. അതോടൊപ്പം തന്നെ ഇപ്പം നമ്മളുടെ കൗൺസിലിനെ കുറിച്ചില്ല പറയുന്നത്. എറണാകുളത്തെ കൗൺസിലിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലുള്ള പല സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും കിമ്പളം മേടിച്ചിരുന്ന വ്യക്തമായ അറിവ് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ 1-2 പേരെ മാറ്റേണ്ടിയും ഉള്ള സാഹചര്യം വന്നിട്ടുണ്ട്. എന്തിന്? ഈ കോൺട്രാക്ടർമാർ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏത് കൗൺസിലറിലാണെങ്കിൽ പോലും ത്രൂ പ്രോപ്പർ ചാനൽ ഇങ്ങനെ ഒപ്പിട്ട് വരുമ്പോൾ ത്രൂ പ്രോപ്പർ ചാനൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കാണണമെങ്കിൽ കാണേണ്ട പോലെ കാണണം, അല്ലെങ്കിൽ നമ്പറുകൾ മാറിപ്പോകും. ഉപ്പിൽ കെ എന്നുള്ളൊരു സ്ഥലത്ത് കീന്നാവും, അപ്പോൾ ഉപ്പ് മാറിപ്പോയി. മാഡം ചുമന്ന മഷി കൊണ്ട് ഒപ്പിട്ടു, കറുത്ത മഷിയല്ല, നീല മഷിയല്ല. ഇതൊക്കെ നമ്മൾ എല്ലായിടത്തും കാണുന്നുണ്ട്. നല്ല സത്യസന്ധരായ ഉദ്യോഗസ്ഥന്മാർക്ക് പോലും താഴെ നിലയിൽ നിന്ന് കയറി വരുന്ന ആൾക്കാർ ചെയ്യുന്നതിന് മുമ്പിൽ അവർക്ക് എന്താ ചെയ്യാൻ പറ്റുക? അവരൊപ്പിടണമെങ്കിൽ പലരും താഴെ നിന്ന് എഴുതിയാണ് മുകളിലേക്ക് വന്നിട്ട് ഫൈനലായിട്ട് എഞ്ചിനീയർമാർ അല്ലെങ്കിൽ നമ്മുടെ സൂപ്രണ്ടിങ് എഞ്ചിനീയറൊക്കെ ഒപ്പിടുന്നത്. പക്ഷേ അവിടെ നിന്ന് വരുന്ന പേപ്പറിൽ കൃത്യമല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? മാത്രമല്ല പ്രിയൊന്ന് ആലോചിക്കൂ, ഈ മുകളിലിരിക്കുന്ന ഓഫീസറിന് ഓരോ ചെക്കിൻ്റെ നമ്പറും കാര്യങ്ങളും വായിച്ചു നോക്കാൻ പറ്റുമോ? അത് താഴെ ഇരിക്കുന്ന ക്ലർക്കല്ലേ, അദ്ദേഹത്തിനൊന്ന് ഇനീഷ്യൽ ചെയ്താൽ മതി. അതിൽ ആ ചെക്കിലെ നമ്പറോ അല്ലെങ്കിൽ പേരിൽ ഇപ്പോൾ പ്രിയൻ PRIYA എന്നും PRIYE എന്നോ എഴുതാം. എന്നും പറഞ്ഞ് അവിടെ ചെന്നാലും കിട്ടൂല, അക്കൗണ്ട് കിടക്കണ AN ആയിരിക്കും. ശരിയല്ലേ? അങ്ങനെ എന്തു കുനിഷ്ട് വേണമെങ്കിലും ചെയ്യാലോ അല്ലേ? എൻ്റെ സ്വന്തം അമ്മയുടെ തന്നെ ഒരു കാര്യം പറയാം. ഇതുപോലെ തന്നെ അമ്മയുടെ ആധാറിൽ ഹസ്ബൻഡിൻ്റെ പേര് SES മേനോ. ലോകത്തിൽ എല്ലാ മനുഷ്യർക്കും അറിയാം SCS മേനോൻ്റെ സഹധർമ്മിണിയാണ് ഡോക്ടർ വിജയലക്ഷ്മി മേനോൻ. SES മേനോ. അമ്മ വിളിച്ചു,
ഇത്രയൊക്കെ വയസ്സായില്ല, എന്ത് പിന്നെ എന്താ പ്രശ്നം? അമ്മ പറഞ്ഞു എക്സാക്ട്ലി, ഇനി ഈ പ്രായത്തിൽ എനിക്ക് ഭർത്താവിനെ മാറ്റാൻ പറ്റൂല. എനിക്ക് SCS മേനോന്റെ ഭാര്യയായിട്ട് തന്നെ മരിക്കണം. അദ്ദേഹം ബോധേഡ്. ഒന്ന് ആലോചിച്ചൊക്കെ കൂളായിട്ട് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഈശ്വരനോ എന്തെന്നോ ആക്കി, എന്ന് പറഞ്ഞാൽ എന്തോ അങ്ങനെയാക്കി. അതിന് എത്ര പുറകെ നടക്കേണ്ടി വന്നു ആധാർ കാർഡിൽ. ഇങ്ങനെ ഒരു തരം എന്താണ് മനഃപൂർവ്വമായിട്ടും അല്ലാണ്ടെയും വരുന്ന ക്ലറിക്കൽ എറേഴ്സിന് എത്ര പ്രാവശ്യം നടക്കേണ്ടി വന്നു. എന്തിനു വേണ്ടിയിട്ട്? നമ്മളുടെ പൈസ വെച്ചല്ലേ അവരവിടെ ഇരിക്കുന്നത്, നമ്മൾ കൊടുക്കുന്നതല്ലേ ശമ്പളം. ഇനി ഒരു പ്രാവശ്യം കൂടെ ഇതുപോലെ ചെക്കിൽ മിസ്റ്റേക്ക് വരുത്തുകയാണെങ്കിൽ, നമ്പറിൽ മിസ്റ്റേക്ക് വരുത്തുകയാണെങ്കിൽ, ഒരു പ്രാവശ്യം വാൺ ചെയ്യാം, മനുഷ്യനാണ്, ക്ലർക്കിൽ എറർ. അതേ ക്ലർക്ക് തന്നെ ഇനിയും വരുത്തുകയാണെങ്കിൽ നമ്മുടെ രാജേഷ് മേയർക്ക് അറിയാം, ഒരു സസ്പെൻഷൻ നോട്ടീസ് അവിടെ കൊടുത്താൽ മതിയല്ലോ. കുറച്ച് നാൾ വീട്ടിലിരിക്കട്ടെ എന്നേ, വീട്ടിലിരുന്ന് കാര്യങ്ങളൊക്കെ എഴുതാനും വായിക്കാനും തെറ്റാണ്ട്. ആദ്യം എല്ലാവർക്കും ഒരു എക്സസൈസ് കൊടുക്കാം അല്ലേ, 1 മുതൽ 99 വരെ ഡിക്റ്റേഷൻ അത് നോക്കി എഴുതാൻ. ചെക്ക് നമ്പറും അക്കൗണ്ട് നമ്പറൊക്കെ പകർത്തി എഴുതുവാണല്ലോ, ആ പകർത്തി എഴുതാനായിട്ട് 900-ഉം 9,000 തമ്മിലുള്ള വ്യത്യാസം അറിയാത്ത മന്ത്രി ആയിരുന്നു നമ്മളുടെ. ഇപ്പോഴത്തെ മന്ത്രി വ്യത്യാസമൊന്നുമില്ല, ഞാൻ കണ്ടിട്ടൊരു വീഡിയോ, അത് തന്നെ രണ്ടും. അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? എൻ്റെ മുൻഗാമി എന്ത് ചെയ്തോ അതിലെ നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ ഇംബൈബ് ചെയ്യണ്ടേ. അപ്പോൾ അതുകൊണ്ട് മേയർ ബ്രോ കൃത്യമായിട്ട്, ഇത് മാത്രമല്ല കേട്ടോ, എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം കൂടെ നിൽക്കുന്നുണ്ട്. ആൾക്കാർ പറയാം കയ്യടി മേടിക്കാൻ, അദ്ദേഹത്തിൻ്റെ ചുമതലയല്ലേ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ചുമതല ചെയ്യുന്ന കയ്യടി മേടിക്കാനാണോ? ഒന്നും ചെയ്യാണ്ടിരുന്ന ആര്യക്കുട്ടിക്ക് കയ്യടി കുറേ കിട്ടി, അതുകൊണ്ട് ഇപ്പോൾ വീട്ടിൽ മോളെ കയ്യടിച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കണം, കുഞ്ഞിനെയും ഭർത്താവ് കൊണ്ട് കൂട്ടിന്, അദ്ദേഹവും തോറ്റു. അതിനിപ്പോൾ സകുടുംബം ആര്യയായിട്ടിരിക്കുകയാണ്. സകുടുംബം ശ്യാമള എന്നൊരു സിനിമയുണ്ടല്ലോ, അതുപോലെ സകുടുംബം ആര്യയായിട്ട് വീട്ടിലേക്ക്. അങ്ങനെയല്ല, പ്രവർത്തിക്കാനാണ് അദ്ദേഹം ശ്രീ രാജേഷ് വന്നിട്ടുണ്ടെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും കയറി ഇറങ്ങി പരിശോധിക്കണം. ആ AC ഇരുന്നത് കൊണ്ടാണ് ഇത്രയധികം പ്രശ്നങ്ങളുണ്ടായത്. മുൻഗാമികൾ നന്നായിട്ട് നടത്തിയിട്ടുണ്ടായാലും ഇങ്ങനത്തെ യാതൊരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. പലരും പോട്ടെ ക്ലർക്കില്ലേ, നമ്മളെന്തിനാ ഇടപെടണം? നമ്മൾ ഇടപെടണമെന്നേ. ജനങ്ങളുടെ പ്രതിനിധിയാണ്, ഉദ്യോഗസ്ഥരുടെ പ്രതിനിധിയല്ല. ജനങ്ങളുടെ പ്രതിനിധിയാണെങ്കിൽ അവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ബാധ്യസ്ഥനാണ്. അതിന് ഏറ്റവും വലിയ കാര്യമാണ് ജോലി ചെയ്താൽ കൃത്യമായിട്ട് അവർക്ക് വേതനം കൊടുക്കുക എന്നുള്ള. കോൺട്രാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ, മുതലാളിയോ? അല്ലല്ലോ, അതും ഒരു തൊഴിലാണ്. അദ്ദേഹത്തിന് ചെയ്ത പരിപാടി കൃത്യമായി ചെയ്തിട്ടുണ്ടെന്ന് സൂപ്രണ്ടിങ് എഞ്ചിനീയറും കൺസേൺഡ് ആൾക്കാരൊക്കെ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാശ് കൃത്യമായിട്ട് ആ പറഞ്ഞ സമയത്തിനുള്ളിൽ കൊടുക്കണം. എത്രയോ വർഷങ്ങളാണ് പിടിച്ചു വയ്ക്കാന്നറിയോ? എത്ര വർഷം പറയുന്നുണ്ട്, മേയർ പറയുന്നുണ്ട്. കഴിഞ്ഞ ആറ്റുകാൽ പൊങ്കാലയുടെ ഇത് കഴിഞ്ഞിട്ട് പുതിയ ആറ്റുകാൽ പൊങ്കാല വന്നു, അതിന്റെ അവലോകന യോഗത്തിൽ അവർ വന്നിട്ട് പറയുകയാണ് കഴിഞ്ഞ ആറ്റുകാൽ പൊങ്കാലയുടെ പൈസ ഇതുവരെ കിട്ടിയില്ല. ഇവിടെ 4-5 കൊല്ലമായിട്ട് കിടക്കുന്നുണ്ട്. 3 കൊല്ലം മുമ്പുള്ള എന്താണ് ക്ലിയർ ചെയ്ത മേയറിന് നന്ദി എന്നൊക്കെ പറഞ്ഞ് വലിയ ഹോർഡിങ് ഞാൻ ഇവിടെ കോർപ്പറേഷൻ മുമ്പിൽ കണ്ടിട്ടുണ്ട്. 3 കൊല്ലം എന്ന് പറഞ്ഞാൽ ആലോചിക്കും, അവർക്ക് കിട്ടുന്ന ലാഭവും അതിന്റെ ഇരട്ടിയും അവര് പലിശയായിട്ട് അടച്ചിട്ടുണ്ടാകും. എത്ര പേര് തെറി അവർ കേട്ടിട്ടുണ്ടാവും. അപ്പൊ പിന്നെ ഈ പറയുന്ന സിമന്റ് കുറഞ്ഞു പോയി എന്ന് പറയുന്നതിൽ വല്ല കുറ്റം പറയാൻ പറ്റും? ഒരു കുറ്റവും പറയാൻ പറ്റില്ല. പക്ഷേ ഇനി തിരുവനന്തപുരം പഴയ തിരുവനന്തപുരം കോർപ്പറേഷനല്ല, അവിടെ ഭരിക്കുന്നത് സൽഭരണം എന്ന് മാത്രം മനസ്സിൽ കണ്ടുകൊണ്ടുള്ളൊരു മേയറും അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഡെപ്യൂട്ടി മേയറും ബാക്കി 48 കൗൺസിലർമാരും. ഇനി ബാക്കി കൗൺസിലർമാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം മേയർ അവരോടൊപ്പം ഉണ്ട്. എല്ലാവരും ഒന്നും ചീത്തയല്ല പ്രിയൻ, എല്ലാവരും നല്ലത് തന്നെയാണ്. മേയറിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എല്ലാവരും 100 പേരും ഒരേപോലെ തന്നെ ഒരു മനസ്സോടെ ജനങ്ങളുടെ ക്ഷേമം മുന്നിൽ നിന്ന് പ്രവർത്തിക്കും. അതിന് നല്ല ശക്തിയുള്ള ടീംസാണ് തിരുവനന്തപുരത്തിരിക്കുന്നത്. തീർച്ചയായും.